Hi everyone, നിങ്ങളുടെ JEE Mains Phase 1 എക്സാമിലേക്ക് ഇനി വെറും 3 മാസമാണ് ബാക്കിയുള്ളത്. ഈ 3 മാസം നിങ്ങൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം, അതേപോലെ ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ ടൈം സേവ് ചെയ്യണം എന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ഓരോ സബ്ജക്ട്സിലെയും പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റേഴ്സിന് ഒരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് 3 വർഷങ്ങളിലായിട്ട് 183ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രീവിയസ് 5 ഇയർ നോക്കുകയാണെങ്കിൽ അവിടെ 281 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. ഈ മോഡേൺ ഫിസിക്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ആറ്റംസ്, ന്യൂക്ലിയസ്, ഡ്യുവൽ നേച്ചർ, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ 3 ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാനും അതേപോലെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയ ഭാഗമാണ് ഇത് ഈ മോഡേൺ ഫിസിക്സ്. നല്ല വെയിറ്റേജിന് എല്ലാ വർഷവും ചോദിച്ചു വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത് ഈ മോഡേൺ ഫിസിക്സിലുള്ളത്. പിന്നെ നമുക്ക് വെയിറ്റേജ് ആയിട്ട് കാണാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പ്രീവിയസ് 3 ഇയേഴ്സിൽ 150ഓളം ക്വസ്റ്റ്യനും അതേപോലെ പ്രീവിയസ് 5 ഇയേഴ്സിൽ 233 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വലിയ വാസ്റ്റ് ചാപ്റ്റർ ആണ്, കുറേ പഠിക്കാനുണ്ട്. എന്നാലും നമ്മൾ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചെയ്തു പോവുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ നല്ല രീതിക്ക് റെസിസ്റ്റർ കോമ്പിനേഷനും അതേപോലെ കിർച്ചോഫ്സ് ലോസും ഒക്കെ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. ഈ ചാപ്റ്ററിന് പ്രീവിയസ് 3 ഇയർ 142ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രീവിയസ് 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 217ഓളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ EMI AC അതിൽ നോക്കിക്കോ 127 ക്വസ്റ്റ്യൻ പ്രീവിയസ് 3 ഇയറിലും ചോദിച്ചു. അതേപോലെ 203 ക്വസ്റ്റ്യൻ പ്രീവിയസ് 5 ഇയേഴ്സിലും ചോദിച്ചു. പിന്നെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് നോക്കുകയാണെങ്കിലും 125ഓളം ചോദ്യം പ്രീവിയസ് 3 ഇയേഴ്സിലും അതേപോലെ 189ഓളം ചോദ്യം പ്രീവിയസ് 5 ഇയേഴ്സിലും ചോദിച്ചു കാണപ്പെടുന്നുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി, ഇത് ഞാൻ മോഡേൺ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം, അതേപോലെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു വരുന്ന ടോപ്പിക്കാണ് ഇത് തെർമോഡൈനാമിക്സും അതേപോലെ കൈനറ്റിക് തിയറി. ഇതിന്റെ അകത്താണെങ്കിൽ 121 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് 3 ഇയേഴ്സ് ചോദിച്ചു. അതേപോലെ 213ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് 5 ഇയേഴ്സിനും ചോദിച്ചു കാണപ്പെടുന്നു. പിന്നെ കൈനമാറ്റിക്സ് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇതിൽ 1Dയും 2Dയും അതായത് 1 ഡയമെൻഷണൽ മോഷനും 2 ഡയമെൻഷണൽ മോഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പിക്സിന് 120 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് 3 ഇയേഴ്സിന് ചോദിച്ച്. അതേപോലെ പ്രീവിയസ് 5 ഇയേഴ്സിന് 177 ക്വസ്റ്റ്യൻസും ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗ്രാവിറ്റേഷനിൽ 85 ക്വസ്റ്റ്യൻസ് ആണ് 3 ഇയേഴ്സിൽ ചോദിച്ചത്. അതേപോലെ 130 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് 5 ഇയേഴ്സിൽ ചോദിച്ചു. ഈ ഗ്രാവിറ്റേഷനിൽ നമുക്ക് കൂടുതൽ ഈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനൊക്കെ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ മതിയാകും. പിന്നെ ഒപ്റ്റിക്സിൽ വരുന്നതാണ് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. ഈ റേ ഒപ്റ്റിക്സിന് കമ്പാരിറ്റീവ്ലി വേവിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട്. റേ ഒപ്റ്റിക്സിന് മാത്രം 82 ചോദ്യമാണ് പ്രീവിയസ് 3 ഇയേഴ്സിൽ ചോദിച്ചത്. അതേപോലെ ലാസ്റ്റത്തെ 5 വർഷത്തിൽ 130ഓളം ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതും അതേപോലെ പ്രോബ്ലമാറ്റിക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എല്ലാ ടൈപ്പും നമ്മൾ ചെയ്ത് നോക്കണം. നല്ല വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു പാഠം തന്നെയാണ് അപ്പം ലോസ് ഓഫ് മോഷൻ. 81 ചോദ്യങ്ങളോളം 3 ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 5 ഇയേഴ്സിൽ 117 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആയ സെമി കണ്ടക്ടേഴ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ, ഈ ചാപ്റ്റേഴ്സിനും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് പ്രീവിയസ് 3 ഇയർ 55 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് 5 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 86 ക്വസ്റ്റ്യൻസോളം അവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വേവ്സ് ആൻഡ് സൗണ്ട് ആണ്. പ്രീവിയസ് 3 ഇയേഴ്സിന് 52 ക്വസ്റ്റ്യൻസും അതേപോലെ 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 84 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓസിലേഷൻസ് വരുന്നുണ്ട്, EM വേവ്സ് വരുന്നുണ്ട്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മാത്തമാറ്റിക്സ് ഇൻ ഫിസിക്സ്, സെന്റർ ഓഫ് മാസ് ആൻഡ് കൊളീഷൻ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, എക്സ്പെരിമെന്റൽ ഫിസിക്സ്. ഇത്രയും പോർഷൻസും കൂടെയാണ് നമ്മുടെ ഫിസിക്സിൽ ടോട്ടൽ വരുന്നത്. ഈ എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രൂ ഗേജ്, വെർണിയൽ കാലിപ്പർ, മീറ്റർ സ്കെയിൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ വരുന്നത്. ഇനി നമ്മൾ JEE 2024 അനലൈസ് ചെയ്യുകയാണെങ്കിൽ ജനുവരി സെഷനും ഏപ്രിൽ സെഷനും ഈ 2 സെഷനും കൂടെ കൂടിയിട്ട് ടോട്ടലി 20 എക്സാംസ് ആണ് നടന്നിട്ടുള്ളത്. 20 എക്സാംസ്. ഓരോ എക്സാംസിലും 30 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പം ഈ ടോട്ടൽ നമുക്കപ്പം 600 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക ഒരു സബ്ജക്റ്റ്.
ഓക്കെ, ഈ 600 ക്വസ്റ്റ്യൻസ് ഈച്ച് ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ 600 ക്വസ്റ്റ്യനിൽ 63 ക്വസ്റ്റ്യൻസും ചോദിച്ചത്, അതായത് ഒരു 10%ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മോഡേൺ ഫിസിക്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. നല്ല രീതിക്ക് നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഇപ്പോൾ ജനുവരി സെഷനിൽ പോവുകയാണെങ്കിലും നമ്മൾ ഇതൊക്കെ കവേർഡ് ആയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയാലും രണ്ടിന്നും 47 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. EMI ന്നും AC നോക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻസും, തെർമോഡൈനാമിക്സ് കൈനറ്റിക് തിയറി 38 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് അതിൽ നിന്ന് 36 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൈനമാറ്റിക്സ്, അതായത് വണ്ടിയും 2Dയും കൂടെ 33 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് മോഷൻ 26 ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് 25 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ 23, വേവ് ഒപ്റ്റിക്സ് സെമി കണ്ടക്ടേഴ്സ് 22 ക്വസ്റ്റ്യൻസ് വെച്ചും, അതേപോലെ റേ ഒപ്റ്റിക്സ്, വർക്ക് എനർജി പവർ ഈ 2 ചാപ്റ്റേഴ്സിനും 21 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രയോറിറ്റി ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഈ ഒരു പ്രയോറിറ്റി ഓർഡർ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. കാരണം ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വേണം നമ്മൾ എപ്പോഴും ഓരോ ചാപ്റ്ററിനും നമ്മൾ ടൈം അസൈൻ ചെയ്യാനും ഓരോ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം കണ്ടെത്താനും. ഈ പ്രയോറിറ്റി ഓർഡർ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ പ്രയോറിറ്റി ഓർഡറിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ടൈം അസൈൻ ചെയ്യാൻ. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനിയുള്ള 3 മാസം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് വൃത്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ 98-ന് മുകളിൽ ഒരു പെർസെൻറ്റേജ് എന്തായാലും ഉറപ്പിക്കാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.